നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കൊമേഴ്സിലെ മാനേജ്മെൻറ്റ് എന്നൊരു ടോപ്പിക്കാണ്. ഈ മാനേജ്മെൻറ്റ് പ്രോസസ്സിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, organizing, directing and controlling the affairs of the company for the achievement of the objectives of the company. ഈ 5 ഫങ്ഷൻസ് ആണ് 5 ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി മാനേജ്മെൻറ്റിനെ കുറിച്ച് കുറേ ഡെഫിനേഷൻസ് കുറേ ആൾക്കാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. ഇത് പറഞ്ഞിരിക്കുന്നത് മേരി പാർക്കർ ഫോലറ്റ് ആണ്. അടുത്ത ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഹെൻറി ഫയോളിൻ്റെയാണ്. ഹെൻറി ഫയോളിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനിയും പഠിക്കാനുണ്ട്. ഹെൻറി ഫയോള് ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ്. മാനേജ്മെൻറ്റുമായി റിലേറ്റ് ചെയ്ത് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആളാണ്. അപ്പം നമുക്ക് ഫയോളിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. ടു മാനേജ് ഈസ് ടു ഫോർകാസ്റ്റ് ആൻഡ് ടു പ്ലാൻ, ടു ഓർഗനൈസ്, കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ. ഇതാണ് ഹെൻറി ഫയോള് പറഞ്ഞിട്ടുള്ള ഡെഫിനേഷൻ. അടുത്ത ഡെഫിനേഷൻ എന്ന് പറയുന്നത് പീറ്റർ എഫ് ഡ്രക്കർ എന്ന സ്കോളറിൻ്റെയാണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് മാനേജ്മെൻറ്റ് ഒരു സെപ്പറേറ്റ് സയൻസ് ആണ് എന്ന് ആദ്യമായിട്ട് പറഞ്ഞത്. ഇനി പീറ്റർ എഫ് ഡ്രക്കർ പറഞ്ഞ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. മാനേജ്മെൻറ്റ് ഈസ് എ മൾട്ടിപർപ്പസ് ഓർഗൻ ദാറ്റ് മാനേജ് എ ബിസിനസ് ആൻഡ് മാനേജേഴ്സ് ആൻഡ് മാനേജേഴ്സ് വർക്കേഴ്സ് ആൻഡ് വർക്ക്. ഇതാണ് പീറ്റർ എഫ് ഡ്രക്കർ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഡെഫിനേഷൻ FW ടൈലറിൻ്റേതാണ്. FW ടൈലർ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം 4 പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്താണെന്നും അതിനൊരു 4 പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആളും ആരാണ്? FW ടൈലറാണ്. അദ്ദേഹത്തിൻ്റെ തിയറി ടൈലറിസം എന്ന് അറിയപ്പെടുന്നു. ഇത്രയുമാണ് FW ടൈലർ എന്ന പേര് മനസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്. ഇനി അദ്ദേഹത്തിൻ്റെ ഡെഫിനേഷനും കൂടി എന്താണെന്ന് നോക്കാം. മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് നോയിങ് what you want you are meant to do and then seeing that it is done in the best and cheapest way. ഇതാണ് ആര് പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻ? FW ടൈലർ പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻ. അടുത്തൊരു ഡെഫിനേഷന് ഇത് എക്സാമിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് ഹരോൾഡ് കൂൺസിൻ്റെ ഡെഫിനേഷൻ. മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ആൻഡ് വിത്ത് പീപ്പിൾ ഇൻ ഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്. ഈ ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത് ആരാണ്? ഹരോൾഡ് കൂൺസ് ആണ്. ഇനി നമ്മൾ നോക്കുന്ന ഒരു മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് മാനേജ്മെൻറ്റിന് ഉള്ളത്. മാനേജ്മെൻറ്റ് ഈസ് ഗോൾ ഓറിയൻറ്റഡ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗോൾ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ലക്ഷ്യാധിഷ്ഠിത പ്രവർത്തനമാണ് മാനേജ്മെൻറ്റ്. അടുത്ത മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മാനേജ്മെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മാനേജ്മെൻറ്റ് ഈസ് ഓൾ പെർവാസീവ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡൈമെൻഷണൽ ആക്ടിവിറ്റിയാണ്. അടുത്ത ഒരു ഫീച്ചറാണിത്. അടുത്ത ഒരു മെയിൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂവസ് പ്രോസസ്. മാനേജ്മെൻറ്റ് എന്താണ്? ഒരു കണ്ടിന്യൂവസ് പ്രോസസ്സാണ്. അടുത്ത പോയിന്റ് മാനേജ്മെൻറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ. അടുത്ത ഒരു ഫീച്ചറാണ് മാനേജ്മെൻറ്റ് ഈസ് എ കോമ്പോസിറ്റ് പ്രോസസ്. അടുത്ത ഒരു പോയിന്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് മൾട്ടി ഡിസിപ്ലിനറി.